ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ സെപ്സിസിനെ കുറിച്ചാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്സിസിനെ കുറിച്ച്. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ വീഡിയോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സും സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിലിടാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഈ യൂട്യൂബിലൂടെ പറയാനോ ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എനിവേ, ഇത് സെപ്സിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും നമ്മൾക്ക് അറിയണം. അപ്പം നമ്മൾ എക്സാമിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആസ് എ നേഴ്സ് നമ്മൾ അയർലൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ സെപ്സിസിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ സയൻസ് സിംറ്റംസ്, അതിൻ്റെ ഫോം, അതിൻ്റെ സ്ക്രീനിങ് പാത്വേ ഒക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ എക്സാം പർപ്പസ് മാത്രമല്ല, റിയൽ ലൈഫിൽ നമുക്കിത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഇൻ ബ്ലഡ് സ്ട്രീം, കോംപ്ലിക്കേഷൻ കോസ്ഡ് ബൈ ബോഡീസ് ഓവർവെൽമിംഗ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ടു ആൻ ഇൻഫെക്ഷൻ. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ടിഷ്യൂ ഡാമേജ്, ഓർഗൻ ഫെയിലിയർ ആൻഡ് ഡെത്ത്. ഓക്കെ, അപ്പം ഇതിനകത്ത് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സെപ്സിസ് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇത് ബോഡിയുടെ ഓവർവെൽമിങ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ടു ആൻ ഇൻഫെക്ഷനാണ്. ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ടു ദാറ്റ് ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓവർവെൽമിങ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് എന്നുള്ള വേർഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടിഷ്യൂ ഡാമേജും ഓർഗൻ ഫെയിലിയറും ഡെത്തും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഡെഫിനേഷനിൽ ഉൾക്കൊള്ളിച്ച് തന്നെ പറയണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സെപ്സിസ് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പേഷ്യൻറ്റ് സിക്ക് ആവാനും ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്സിസ് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതും. ഇപ്പോൾ കോമൺ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ കോസ് സെപ്സിസ് എന്ന് പറയുന്നത് സ്റ്റെഫൈലോകോക്കസ് ഉണ്ട്, ഈക്കോളൈ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് സെപ്സിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ലങ് ഇൻഫെക്ഷൻ, UTI, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ, ഇത്രയും ഇൻഫെക്ഷൻസ് ആണ് മെയിനായിട്ട് ഈ സെപ്സിസിലേക്ക് ലീഡ് ചെയ്യുന്നത്, എത്തിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ലങ് ഇൻഫെക്ഷൻ ആണ്. അയർലൻഡിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ലങ് ഇൻഫെക്ഷൻ. അപ്പോൾ അതുവഴി സെപ്സിസ് കിട്ടിയാണ് കൂടുതൽ ആളുകളും ഒരു സീരിയസ് ഇൽനെസ്സിലേക്ക് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സയൻസ് സിംറ്റംസ് ആണ് നോക്കുന്നത്. സയൻസ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് കുറച്ച് സയൻസ് സിംറ്റംസ് നമ്മൾ പഠിച്ചു വെക്കണം. ഷിവറിങ് ഉണ്ട്, ഫീവർ ഉണ്ട്, കോൾഡ് ഉണ്ട്, എക്സ്ട്രീം പെയിൻ ഉണ്ട്, ഡിസ്കംഫോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാമി സ്കിൻ ഓർ സ്വെറ്റി സ്കിൻ ഒക്കെ, കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, ഹൈപ്പോടെൻഷൻ, ടക്കിക്കാർഡിയ, ഇതൊക്കെയാണ് ഇതിൻ്റെ സയൻസ് സിംറ്റംസ്. അപ്പം നമ്മൾ ഈ മെയിനായിട്ടുള്ള ഒരു സയൻസ് സിംറ്റംസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റിനെ നോട്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് ക്ലാമി സ്കിന്നാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക. സ്കിന്നാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പെയിലാണോ, എന്ത് തണുത്തൊക്കെ ഇരിക്കും, ക്ലാമി സ്കിൻ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സൈനായിട്ട് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനേഷൻ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എന്തുകൊണ്ടാണ് സെപ്സിസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് നോക്കുക, അതിൻ്റെ ഓർഗാനിസംസ് നോക്കുക, മെയിൻ കോസ് ഓഫ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, സയൻസ് സിംറ്റംസ് നോക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ജനറൽ മാനേജ്മെൻറ്റ് കാറ്റഗറി എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെപ്സിസിലേക്ക് ഇത് ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ തന്നെയാണ്. ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എഡ്യൂക്കേറ്റ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റിഗാർഡിങ് സയൻസ് ആൻഡ് സിംറ്റംസ്. അത് നമ്മൾ പേഷ്യൻറ്റിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു കത്തീഡ്രൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം കത്തീഡ്ര കെയർ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ ആവും, അല്ലെങ്കിൽ അത് ലീഡ് ടു സെപ്സിസ് ആവാം, സെപ്റ്റിസീമിയ ആവാം. അപ്പോൾ അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനും ഫാമിലിക്കും ഒരു അവയർനെസ് കൊടുക്കണം. പിന്നെ തിങ്ക് സെപ്സിസ് വെൻ യു ടേക്ക് വൈറ്റൽ സയൻസ്. അതായത് ന്യൂസ് ചാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഐറിഷ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. അപ്പം അത് വൈറ്റൽ സയൻസ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാർട്ട്. അപ്പോൾ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സ്കോറിങ് നോക്കുന്ന സമയത്ത് 4 and above കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തിങ്ക് സെപ്സിസ് വല്ലതും ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മളെ മനസ്സിൽ ഓർക്കണം. ആക്ട് ഫാസ്റ്റ് പ്ലസ് സെപ്സിസ് ഫോം ആൻഡ് റിയസസ് ദ പേഷ്യൻറ്റ്. അതായത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ആക്ട് ഫാസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആക്ട് ഫാസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ സെപ്സിസ് സ്ക്രീൻ, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം കേട്ടോ. സെപ്സിസ് ഫോം ഉണ്ട്. ആ പാത്വേ എങ്ങനെ ചെയ്യണത്, പേഷ്യൻ്റ് ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിന് ശേഷമുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ പേഷ്യൻ്റ് നമ്മൾ വൺസ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റീഅസസ് ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ആ സെപ്സിസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടത് കാണാം. അപ്പോൾ അതിനകത്ത് സെപ്സിസ് സ്ക്രീനിങ് പാത്വേ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് സെപ്സിസ്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് കോസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കുക. പിന്നെ എങ്ങനെയായിരിക്കണം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്, ആ സ്ക്രീനിങ് പാത്വേ അതായത് ഫോമാണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുവാണ്, ഓക്കെ സെപ്സിസ് ഉള്ള ഒരു പേഷ്യൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ദാറ്റ് ഫോം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്കത് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് ആ ഫോം വഴി കംപ്ലീറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പം ഇതാണ് സെപ്സിസിൻ്റെ വീഡിയോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക്